നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ കാരണം ആരുടെയും സ്വപ്നങ്ങൾക്ക് തടസ്സം ഉണ്ടാവാൻ പാടില്ല. പൂജ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് വേണ്ടി താനെന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നേ? ആഹാ, ഇതിലിപ്പോ എന്താ റിസ്ക് ഉള്ളേ? ആദേ, ഈ വാതിലൊന്ന് തുറന്നേ. ആദേ, വാതിൽ തുറക്കാൻ. ആദേ, വാതിൽ തുറക്കടാ. എന്താടാ? ഒന്നുമില്ല. എന്താ മുത്തശ്ശി? ഏതു നേരം മുറി അടച്ചിട്ടിരിക്കുന്ന എന്തിനാ? ഒന്നുമില്ല. മാറ്. അല്ല, മാറാൻ. അല്ല മുത്തശ്ശി, കാര്യം പറ. മാറാനല്ലേ പറഞ്ഞേ? ഏതു നേരം വാതിലടച്ചിട്ട് നീ ഇവിടെ എന്ത് ചെയ്യാ? എന്ത് ചെയ്യാൻ? എന്താടാ നീ എന്താടാ ഇങ്ങനെ പകച്ചു നിൽക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശി വെറുതെ തോന്നായിരിക്കും. എന്നാലേ ദാ ഇത് കുടിക്ക്. നല്ല ഇഞ്ചി കരിയാപ്പിലേക്ക് ഇട്ടെടുത്ത സംഭാരമാ. ഇതൊറ്റ വലിക്ക് കുടിച്ചോ. കുടിക്കടാ. എങ്ങനെയുണ്ടടാ? കൊള്ളാം, സൂപ്പർ. പിന്നെ നിന്റെ മുഖത്ത് എന്താ ഒരു ഉഷാറില്ലാത്ത? ഏയ് ഒന്നുമില്ല, ഞാൻ നല്ല ഉഷാറില്ല. അത് കാണുന്നവർക്കൂടെ തോന്നണ്ടേ? ഡാ, എന്തോ? നേര് പറയണം. എന്ത്? ഞാൻ അറിയാതെ നീ ഇവിടെ പല കളികളും കളിക്കുന്നുണ്ട് അല്ലേ? എന്ത് കളി? നീ ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? ഇന്നലെ രാത്രി നിനക്കെന്തായിരുന്നു പരിപാടി? എനിക്കറിയാം. പറയട്ടേടാ, പറയട്ടെ എന്ന്. നേരം വെളുക്കുന്നത് വരെ നീ സിനിമയും കണ്ടോണ്ടിരിക്കുകയായിരുന്നല്ലേ? മോനെ, ഒരുപാട് ഉറക്കം നിന്ന തലവേദന ഉണ്ടാകുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എവിടെ നോക്കട്ടെ, ചൂടുണ്ടോന്ന്. ഭാഗ്യം ചൂടില്ല. എന്നാലും ഇങ്ങനെ ഉറക്കം നിൽക്കരുത് കേട്ടോ. അല്ല, ഒരു മിനിറ്റ് മുത്തശ്ശി. എന്താടാ? അത് എന്തു പറ്റി? അതെ. എന്താടാ, ഒരു ഗ്ലാസ് സംഭാരം കൂടെ വേണോ? ഒരു ഗ്ലാസ് കൂടെ വേണം. എന്നാ പിന്നെ അത് കുടിക്കേ, ഇപ്പൊ എടുത്തോണ്ട് വരാം. അല്ല, അങ്ങനല്ല. എന്താടാ? അതെ, ഞാനേ എനിക്ക് എന്താടാ? എനിക്കിപ്പോ സംഭാരം വേണ്ട. ഓ, അതാണോ? വേണ്ടെങ്കി വേണ്ട. അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പേടിച്ചോ? ആര് പേടിച്ചു? ഞാൻ പേടിച്ചില്ല. നീ പേടിച്ചില്ലെങ്കിലും ഞാൻ പേടിച്ചു പോയി. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ മുത്തശ്ശി എങ്ങനെ പേടിച്ചാലോ? വാ വാ, നമുക്കേ കണ്ണുകുത്തി കളിക്കാം. മാറടാ. എനിക്ക് അപ്പുറത്ത് 100 കൂട്ടം പണി കിടക്കുമ്പോഴാ അപ്പോഴാ അവന്റെ ഒരു കണ്ണുപൊത്തി കളി. എന്താടാ? അത് പിന്നെ ദത്തേട്ടൻ പോയോ? പോയല്ലോ. ആമി ചേച്ചിയോ? അവളിവിടെ ഉണ്ട്. വൈകിട്ട് അവൻ വന്ന് വിളിച്ചോണ്ട് പോയിക്കോളൂ. ആണോ? അല്ല, നീ ഇപ്പൊ എന്തിനാ അവരെ അന്വേഷിക്കുന്നത്? ഓഹോ, കൂടെ കണ്ണുപൊത്തി കളിക്കാനായിരിക്കും. കറക്റ്റ് കറക്റ്റ്, കണ്ടുപിടിച്ച് കള്ളി. ഞാൻ പോട്ടെ, പുളിശ്ശേരി അടുപ്പത്ത് വെച്ചിട്ടാ വന്നേ. ആ ഗോമതി ഇപ്പൊ എന്താക്കിയോ എന്തോ. മുത്തശ്ശി. എന്താടാ? മുത്തശ്ശി, അതെ, എനിക്ക് മുത്തശ്ശി കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. മുത്തശ്ശി. എന്താടാ? മുത്തശ്ശി, അതെ, എനിക്കൊരു ഉമ്മ വേണമായിരുന്നു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്റെ ആദ്യക്കുട്ടിന് എത്ര ഉമ്മ വേണം? മുത്തശ്ശി തരാലോ. ഉമ്മ.
മതിയാ? ഓ, എന്നെ മുത്തശ്ശി. സർ, എന്താ സർ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? മായ പറയും. വിജയകുമാർ ഇരിക്കെ. ശരി മാഡം. വിജയകുമാർ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പറയൂ മാഡം. ഞങ്ങളുടെ മകൾ മിസ്സിംഗ് ആണ്. അതെ വിജയകുമാറെ, അവള് ഇന്നലെ മുതൽ മിസ്സിംഗ്. എന്നിട്ട് നിങ്ങളെങ്ങും അന്വേഷിച്ചില്ലേ? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഞാനാ വിജയകുമാറിന്റെ പേര് പറഞ്ഞേ. നിങ്ങളാവുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ. 100% സാർ. ബട്ട് സാർ, ഇതുപോലൊരു കാര്യത്തിന് ഡിപ്പാർട്ട്മെന്റിൽ പ്രോപ്പർ കംപ്ലൈന്റ് കൊടുത്ത് ഒരു ഫുൾ ഫോഴ്സിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നതല്ലേ നല്ലത്? നോ വിജയകുമാർ, നോ നെവർ. അത് ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. വിജയകുമാർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഷുവർ മാഡം. എന്റെ പൊന്നെ ആദിക്കുട്ട, നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാ, ആ വിചാരമല്ലോ നിനക്കുണ്ടോ? അയ്യോ, എന്താടാ? മുത്തശ്ശിയുടെ പുളിശ്ശേരി. ആ, അതിന് നീ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? അല്ല, പുളിശ്ശേരി ചീത്താവൂലേ? പുളിശ്ശേരി എപ്പോഴും ഞാൻ വാങ്ങി വെച്ചു. ആ, ആശ്വാസായി. ഇങ്ങനെ ഒരു പുളിശ്ശേരി കൊതിയെ. അല്ല, എനിക്കിന്ന് പുളിശ്ശേരി മാത്രം പോരാ, പിന്നെ ചുട്ടരച്ച തേങ്ങ കൊണ്ട് ആമി ചേച്ചി ഉണ്ടാക്കുന്ന ചമ്മന്തി അതും വേണം. അത് ഞാൻ ഏറ്റു. അല്ല, എന്നാ പിന്നെ നേരം കളയണ്ട, രണ്ടുപേരും കൂടെ വേഗം ചെല്ല്. നമുക്ക് ചമ്മന്തിയും പുളിശ്ശേരിയും തോരനും അവിയലും എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു കലക്കണം. ചെല്ലു വേഗം ചെല്ലു. ഈ ചെക്കിന് എന്താ പറ്റിയേ? അവന്റെ ആമി ചേച്ചിയെ കണ്ടതിന്റെ ഇളക്കവാ. നീ വാടി. ഓ, അയ്യോ.